FFA വിത്ത് അസറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംവിധായകൻ ജിത്തു ജോസ് നമ്മൾ ചതിച്ചാശാനെ എന്ന് തന്നെയാണ് ഇതിന് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുമേലാണ് ഈ പടത്തിന് ടിക്കറ്റ് എടുത്ത് പോയി കണ്ടിട്ടുള്ളതെന്നുള്ള പടം ചെന്ന് കണ്ടു. വളരെ നിരാശാജനകം എന്ന് തന്നെ പറയേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ അതിൽ നീണ്ട ഒരു താരനിരയാണ് ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷൻ. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ ഫിലിമിന് പോകാൻ തന്നെ കാരണം. വളരെ നിരാശാജനകം. അതിൻ്റെ അകത്ത് പൊട്ടിച്ചിരിക്കുള്ള വകുപ്പുണ്ട്. ചിരിക്കാനും എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫിലിം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പോയിട്ടുള്ളത്. കുറച്ച് നേരം നമ്മൾ കാണുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചു എന്തിനിങ്ങനെ ഒരു ഫിലിം എന്നുള്ള ആ ഒരു ഫീല് നമുക്ക് തോന്നും. തിയേറ്റർ റെസ്പോൺസുമായിട്ട് ഈ ഫിലിമിന് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. ഒരു പക്ഷേ അവർക്ക് പടം മാറിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ PR വർക്ക്, ശക്തമായ PR വർക്ക് ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അല്ലാതെ ഈ പടത്തിനെക്കുറിച്ച് പുകഴ്ത്തി പറയാൻ ആരെക്കൊണ്ടും കഴിയില്ല. കണ്ടവരുണ്ടെങ്കിൽ ജെനുവിനായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനും ഈ പടത്തിനെക്കുറിച്ച് ഒരിക്കലും പുകഴ്ത്തി പറയില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ പ്രധാന നിരയിൽ, അതായത് താരനിരയിലുള്ള ആൾക്കാർ, എക്സ്പീരിയൻസ് ഉള്ള, കാലിബറുള്ള അവർ പോലും വളരെ മോശമായിട്ടാണ് ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സിദ്ദീഖ്, മനോജ് കെ ജയൻ, അതുപോലെ തന്നെ ബിനു പപ്പു, ഇവരൊക്കെ കാലിബർ തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവർ പോലും വളരെ മോശമായിട്ടാണ് ഇതിൻ്റെ അകത്ത് എടുത്ത് പറയാൻ പറ്റുന്നത് ബൈജു ചേട്ടൻ. മൂപ്പര് ഇനി റിയൽ ലൈഫിലായാലും തട്ടയിലായാലും തഗ് തന്നെയാണ്. അദ്ദേഹമുള്ള കുറേ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് കണ്ടിരിക്കാം. അത് നമുക്ക് നല്ല എൻ്റർടൈൻമെൻറ്റ് തരുന്നുണ്ട്. അത് കുറച്ച് ഭാഗമേ ഉള്ളൂ. അത് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഫിലിമിന് പോയി കഴിഞ്ഞാൽ നിരാശപ്പെടേണ്ടി വരും. ജിത്തു ജോസഫ് തന്നെയാണോ ഡയറക്റ്റ് ചെയ്തതെന്നുള്ളത് പോലും സംശയമുള്ള രീതിയിലാണ് ഫിലിം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും. ഇതൊരു തുടക്കക്കാരൻ്റെ ഫിലിമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ടെക്നിക്കൽ സൈഡായാലും അതിൻ്റെ എഡിറ്റിംഗ് ആയാലും അത് ഏതൊരു ഭാഗം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു ലോ ലെവലിലായിട്ടാണ് തോന്നുന്നത്. ഒരുപാട് പടികൾ താഴ്ചയിലേക്ക് ഇറങ്ങിയ ഒരു പടമായിട്ടാണ് ഇതിനെ കാണാനുള്ളത്. നിങ്ങൾക്ക് ഇതിന് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് വേണം എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയി കാണാം. അല്ല, നിങ്ങൾക്ക് OTT വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ, നിങ്ങളിത് കാണില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം അതിനുള്ള സ്റ്റഫില്ല, അതിന് ഒരു മെച്ചവും ഈ ഒരു ഫിലിമിലില്ല എന്നുള്ളതാണ്. പ്രതീക്ഷയോടുകൂടി കൂടുതൽ മെച്ചപ്പെട്ട് അടുത്ത ഫിലിമുകൾ അവർക്ക് ഇറക്കാൻ പറ്റട്ടെ എന്നുള്ള ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ പടത്തിനോടുള്ള എൻ്റെ അഭിപ്രായം ഞാനിവിടെ നിർത്തുന്നു. തുടർന്നും പുതിയ സിനിമകളുമായിട്ട് FFA വിത്ത് അസർ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണനയിലെടുക്കുക. ബൈ.